ഹായ് പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ രണ്ട് ക്ഷേത്രങ്ങളിലാണ്. ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൃപ്രയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിലുമാണ് പോകുന്നത്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം ഇത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ എന്ന ഈ ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 64 കാളിക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് പരമശിവനെങ്കിലും ഭഗവതിയുടെ ക്ഷേത്രം എന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി. അതുപോലെ സപ്തമാതാക്കളായ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി എന്നീ ദേവതകളും ഇവിടെ ഭഗവതിയോടൊപ്പം കുടികൊള്ളുന്നു. 5 ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. അതുപോലെ ഇവിടുത്തെ പൂജാരിമാർ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഈ കൂട്ടം നടത്തപ്പെടുന്നത്. കുന്നത്ത്, മഠത്തിൽ, നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് ഈ പരമ്പരാഗതമായി ഇവിടുത്തെ പൂജയുടെ അധികാരം. കേരളത്തിലെ ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു. ഇതിനുവേണ്ടി വളരെ അധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും കുടുംബക്ഷേത്രങ്ങളും ഇവിടെ നിന്ന് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വാസം. അതുപോലെ പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 ദേവിമാരിൽ ലോക അംബിക എന്നാണ് കൊടുങ്ങല്ലൂർ അമ്മ അറിയപ്പെടുന്നത്. കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ ആണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. അതുപോലെ ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ചു മോക്ഷം നേടിയതായും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ദുർഗാദേവിയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ച് ചാമുണ്ഡിയാണ് തവിടാട്ടുമുത്തി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അതുപോലെ കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുദ്രമഹാകാളിയുടെ പ്രതിഷ്ഠയാണ് പടിഞ്ഞാറേ നടയിലുള്ളത്. ഒരു രഹസ്യ അറയിലാണ് പ്രതിഷ്ഠയുള്ളത്. പക്ഷെ അവിടേക്ക് ഇത് സംഹാരമൂർത്തി ആയതുകൊണ്ട് തന്നെ അവിടേക്ക് ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല. നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യയുടെ ദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചികമാസം തൃക്കാർത്തിക നാളിൽ ദുർഗതിനാശിനിയായ ദുർഗാദേവിയായും ഒക്കെ ദേവി ഇവിടെ സങ്കല്പിക്കുന്നുണ്ട്. ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസമല്ല, ഇവിടെ എത്തുന്ന പല ഭക്തരുടെയും അനുഭവമാണത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ് കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലി മഹോത്സവവും. അതുപോലെ നിമിഷ കവി എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു അനുഗ്രഹത്താലാണെന്ന് പറയപ്പെടുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം വായിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. കാരണം ആ സംസ്കൃതത്തിലുള്ള കാവ്യങ്ങളൊക്കെ മലയാളത്തിൽ അതേപോലെ തന്നെ നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം പകർത്തിയത്. അത് അമ്മയുടെ ഒരു അനുഗ്രഹത്താലാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ദുഷ്ടനായ ദാരികാസുരനിൽ നിന്നും സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ദേവി ഭദ്രകാളി ജനിക്കുന്നത്. ദാരികനെ വധിച്ചതിന് ശേഷവും കോപം ക്ഷമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ദേവഗണങ്ങൾ ദേവി സ്തുതികൾ പാടി നൃത്തം ആടിയപ്പോൾ ദേവിയുടെ കോപം ക്ഷമിക്കുകയും ദേവി സന്തുഷ്ടയാവുകയും ആയി എന്നതാണ് കഥ. ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായാണ് അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി. ഈ ദേവിയുടെ കോപം ക്ഷമിച്ച് ദേവി സന്തുഷ്ടാവസ്ഥ ആ ഒരു ഭൂതഗണങ്ങളുടെ അല്ലെങ്കിൽ ദേവി സ്തുതികൾ പാടിയ ആ ഭൂതഗണങ്ങളുടെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ശുംഭനിശുംഭം യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാദികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട്. അതുപോലെ കാളിയുടെ പ്രതീകമായ വെളിച്ചപ്പാടന്മാരുടെ ഉത്സവമാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണി. അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് വെടിവഴിപാട്, ഗുരുതി പൂജയൊക്കെ. നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ദേവിയെ കണ്ട് തൊഴുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സാധിച്ചു.
ഇനി നമ്മൾ അടുത്ത പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലെ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് നമ്മൾ ഇടത്തെ സൈഡിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കർക്കിടക മാസം അല്ലാത്തതുകൊണ്ട് പൊതുവേ ഇന്ന് ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടും അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കർക്കിടക മാസം ആണുവെങ്കിൽ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇതിപ്പം കർക്കിടക മാസം അല്ലാത്തതുകൊണ്ട് ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കും നല്ല കുറച്ച് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ ക്ഷേത്രത്തിനകത്തേക്കുള്ള വീഡിയോസ് അലൗഡ് അല്ല. ഞാൻ ചോദിച്ചു, സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിനകത്ത് വീഡിയോസ് അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആദ്യ കവാടം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമദേവനെ അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തൃപ്രയാർ ഏകാദശി മഹോത്സവമാണ് ഇവിടുത്തെ വളരെ വിശേഷപ്പെട്ട ഉത്സവം. അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽപ്പെട്ട വിഗ്രഹം നാട്ടുപ്രമാണിയായ കൈമളെ ഏൽപ്പിച്ചെന്നു. കൈമൾ ഒരു ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ ദശരഥപുത്രൻ്റെ വിഗ്രഹമാണത് തെളിഞ്ഞതും. അങ്ങനെ ഈ തൃപ്രയാർ പുഴയുടെ തീരത്ത് അങ്ങനെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇപ്പോൾ നമ്മുടെ ക്ഷേത്ര കവാടത്തിലേക്ക് ഇപ്പോൾ കർക്കിടക മാസത്തിന് 4 അമ്പല ദർശനം വളരെ പ്രസിദ്ധമാണ്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് 4 അമ്പലങ്ങൾ ദർശിച്ച് തിരിച്ചു പോകുന്ന ഭക്തരുടെ വലിയ വിശ്വാസമുള്ള വലിയ പ്രസിദ്ധമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നമുക്ക് അകത്തേക്ക് വീഡിയോ അലൗഡല്ല. ഞാൻ ഇത് മുമ്പേ സെക്യൂരിറ്റിയോട് ചോദിച്ചിരുന്നു. പുറത്ത് നിന്നും ആ കാണുന്ന ഗോപുരം അത് അകത്തേക്ക് കടക്കുന്നത് ഭഗവാനെ തൊഴാൻ സാധിക്കും. പക്ഷേ നമുക്ക് വീഡിയോ അലൗഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടം വരെയുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിലെയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതുപോലെ നമ്മുടെ ഇനി വരുന്ന വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റുകൾ വളരെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും വസുദേവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭഗവാൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോസോടെ നിർത്തുന്നു. നമസ്കാരം.